ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവനുണ്ട് ഈ കൃഷ്ണകുമാർ ഫാമിലിയോടുണ്ട് ഈ ചർച്ചയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തൻവി തന്നെയാണ്. തൻവി ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അമ്മൂമ്മ ഭയങ്കര ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിഷമം പറയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുണ്ടെങ്കിൽ അമ്മൂമ്മ സംസാരിക്കുന്ന നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇതാണ് അമ്മൂമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതോടെ തന്നെ അവിടെ വൃത്തിയാക്കാനോ ആൾക്കാരൊന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കറിയാമല്ലോ, ഇങ്ങനത്തെ ഉള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കുടുംബമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ തുടങ്ങി. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണയുടെ ദേഹത്തോടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവരുടെ സ്വന്തം അമ്മയുണ്ടെങ്കിൽ നോക്കാതെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പണം ഉണ്ടായിട്ടൊരു കാര്യമില്ല, പണക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ സിന്ധു കൃഷ്ണ ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ആയിരിക്കാം. ആ സമയത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നായിക വരുന്നത്, അഹാന വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അഹാനയ്ക്ക് തന്നെയാണ് പണിയാവുന്ന രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നത്. അതിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തൻവിയെക്കുറിച്ച് പറയുന്നതിനേക്കാളുണ്ടെങ്കിൽ അമ്മൂമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല അമ്മൂമ്മ, ഞങ്ങൾക്കറിയാം അമ്മൂമ്മയുടെ സ്വഭാവം എന്തോന്നുള്ള രീതിയിൽ ഞങ്ങളെ ഭയങ്കര മോശമുള്ള രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നും പറഞ്ഞ് ഇത് കണക്ക് അകാന ഓരോരോ കാര്യങ്ങളിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇതെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെയാണ് സംസാരിക്കുന്നത്. അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും. അതുപോലെ തന്നെ 15 ഓമിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അവരെല്ലാം അടിച്ച് ഓടിച്ചിട്ടുണ്ട്, വീട് വൃത്തിയാക്കാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര ശാഠ്യം, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആ വീഡിയോ മുഴുവനും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ തൻവി പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇതാണ് കാക്കാനെ ഉണ്ടെങ്കിൽ തൻ്റെ അമ്മൂമ്മയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ള കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ ഈസ് എ ബിച്ച് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് അമ്മൂമ്മയ്ക്കും അതോടെ തന്നെ ഇവക്കും ഉണ്ട്, തൻവിക്കും ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് അയച്ചു എന്നുള്ള രീതിയിലായിരുന്നു തെളിവെല്ലാം ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ അകാനയ്ക്കുണ്ടെങ്കിൽ പൊങ്കാലയില്ലായിരുന്നു ആൾക്കാർ വന്നിട്ട്. ഇപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലി നടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ വെളി വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്തായാലും തൻവി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളി കിട്ടും. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത വിധം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയും, അമ്മൂമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അകാനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അകാന പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വെളിയിൽ പറയാൻ പാടില്ലെന്നുള്ള രീതിയിൽ. എന്നിട്ട് അകാന തന്നെ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ നമുക്ക് മുതിർന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് വയസ്സാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും. അത് വയസ്സെന്ന് വെച്ചത് എന്ത് വിട്ട് കളയാനൊന്നും അല്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അവരെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അവരെ ഇതേ കണക്ക് മോശമായിട്ട് സംസാരിക്കുക, അതൊന്നും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അകാനയ്ക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഏറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഉണ്ടെങ്കിൽ സിന്ധു കൃഷ്ണ ഉണ്ടെങ്കിൽ വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, നീ ഞങ്ങളെ നല്ലതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നറിയാം, പക്ഷേ ആൾക്കാരുണ്ടെങ്കിൽ അതങ്ങനെ എടുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരമോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ വീഡിയോ ഒന്നും ഭയങ്കരമായിട്ട് വന്നിട്ടൊന്നുമില്ലായിരുന്നു. ദിയോ ബാക്കിയുള്ളവർ റെസ്പോണ്ടോ കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്നുള്ള രീതിയിൽ തൻവിയും പറയുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിലാണ് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് അകാന ഇടുന്നത്. ആ പോസ്റ്റിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അകാന പറയുന്നുണ്ട്. ഇത് കണക്ക് അമ്മൂമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല അമ്മൂമ്മ. ഇപ്പോൾ അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമെന്നുള്ള രീതിയിലായിരുന്നു അകാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താനുണ്ടെങ്കിൽ അമ്മൂമ്മയെ കൊണ്ട് പല ഇടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് അകാനയുണ്ടെങ്കിൽ പൈസ ചിലവാക്കിയതിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ അടുത്ത് മുമ്പ് ഇത് കണക്ക് പറയുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര പൊക്കി അടിക്കുക എന്നുള്ള രീതിയിൽ വിചാരിക്കത്തുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും വിചാരിക്കില്ല. കാരണം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് പൈസയുടെ ഒക്കെ കാര്യം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ ഉള്ളൊരു കേസിൽ നിന്ന് ആൾക്കാർ വിചാരിക്കത്തുള്ളൂ താനാണ് അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് അകാന പറയുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കളിൽ നിന്ന് ഞാനായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടം, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവമായെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അകാനയും അതോടെ തന്നെ അമ്മയും പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്. പല ഹോം ന്യൂസുകളിൽ അതോടെ തന്നെ പലരെയും കൊണ്ട് ഇത് കണക്കുണ്ടെങ്കിൽ വീഡിയോ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടെങ്കിൽ അമ്മൂമ്മ അത് സമ്മതിച്ചിട്ടൊന്നുമില്ലായിരുന്നു. എടുക്കുന്നതിനും പിടിക്കുന്നതിനും ഭയങ്കര ദേഷ്യം, ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടും
കാര്യങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു അകാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. അകാന പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ കുറച്ച് പഴങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ കുറച്ച് വാങ്ങിച്ചു കൊടുത്ത ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഫേവറായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള രീതിയിലാണ്. സ്വന്തം അമ്മൂമ്മയെ ഭയങ്കരമായിട്ട് നാറ്റിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് വീഴ്ച തട്ടിക്കുന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും പറയുന്നുണ്ട്. ഇത് കണക്ക് ബാക്കിയുള്ള സഹോദരിമാർക്കുണ്ടെങ്കിൽ അമ്മൂമ്മ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊന്നും അല്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിയുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഉണ്ടെങ്കിൽ ഇത് കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള രീതിയിലായിരുന്നു അകാന ഉണ്ടെങ്കിൽ ആ വീഡിയോ പറയുന്നത്. ഇപ്പോൾ തൻവിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ തൻവി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് കാര്യങ്ങളുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിനെ കുറിച്ചോ അവരുടെ ഫാമിലിയെക്കുറിച്ചോ പ്രത്യേകിച്ച് ഭയങ്കര ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് നാറ്റിക്കുന്ന രീതിയിലോ അവരിങ്ങനെ അങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം അകാനയുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകാന വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുക, അത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ വന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയുക, ഈ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യമില്ല. അവരുണ്ടെങ്കിൽ വന്നിട്ട് ചുമ്മാ ഇത് കണക്ക് തക്കാളി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയുക, അവരുടെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് നാറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതിലും അമ്മൂമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഇത്രയും വീട്ടിലെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭയങ്കര പെർഫെക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്ത് ഇത്രയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവർക്ക് വേറെ പൈസ കൊടുത്ത് ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇത്രയും നാളുണ്ടെങ്കിൽ ഞാനാണ് അവർക്ക് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നത്, പലതും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ നമ്പർ 1 ഫേവറേറ്റ് ആയിട്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ആരും അല്ലാതായി കഴിഞ്ഞാൽ, കാരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതാണെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പഴങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി, പെട്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഭയങ്കര ഫേവറായിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുമെന്നുള്ള രീതിയിലായിരുന്നു അകാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാധാരണ രീതി നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂ ആയിരുന്നാലും ശരി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലിയ സംസാരമോ കാര്യങ്ങളോ പിന്നെ ഉണ്ടാവാറില്ല. അതാണ് മെയിനായിട്ട് നടക്കുന്നത്. അതേ കണക്കുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ അത് ആൾക്കാർ സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ ഓർമ്മിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ പിന്നെ അകാന വന്നിട്ട് ഏതെങ്കിലും പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതും പിന്നെ 2 ആഴ്ച കൂടുതൽ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫാമിലി നടക്കുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ അകാനയ്ക്ക് സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ നെഗറ്റീവ് ഒരുപാടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ പിന്നെ ഇത് കണക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയെന്ന് പറഞ്ഞ് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പിന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര വഷളാക്കി തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അതല്ലാതെ നല്ല രീതിയിൽ അത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല. പിന്നെ ഉണ്ടെങ്കിൽ അമ്മമ്മയെക്കുറിച്ചോ തൻവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. ഇവർ പറയുന്ന മുഴുവൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ എന്ത് മോശമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് തോന്നും. കാരണം തോന്നാതിരിക്കാൻ മാത്രമൊന്നും ആ പോസ്റ്റ് പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചിലവാക്കി, അതൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം അത് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അത് ആൾക്കാരുടെ മുമ്പിൽ പറയേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടെങ്കിൽ ഞാൻ ചിലവാക്കി, അതിന് പൈസ കാരണമാണ് അമ്മൂമ്മയ്ക്ക് എന്നെ ആ സമയത്ത് ഇഷ്ടപ്പെട്ടത്, അതല്ലാതെ മാറിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യം ആഡ് ചെയ്യുന്നത് ഞാനുണ്ടെങ്കിൽ ഇത് കണക്ക് ഇപ്പോൾ ഇഷ്ടമല്ലാത്ത ആയതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അമ്മൂമ്മയുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് അമ്മൂമ്മ ഈ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള രീതിയിൽ ഞാൻ അമ്മൂമ്മയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത് കണക്കുള്ളൊരു മാറ്റം വന്നത്. അതുവരെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മൂമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം വന്നപ്പോൾ എനിക്കെതിരെ പെട്ടെന്ന് തിരിഞ്ഞ് ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അത്ര പോലും നോക്കുക അല്ലെങ്കിൽ എൻ്റെ അത്ര പോലും ടേക്ക് കെയർ ഒന്നും കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടേ ഇരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ശത്രുവായിട്ടുള്ള രീതിയിൽ മാറി എന്നായിരുന്നു അകാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തുണ്ടെങ്കിൽ തൻവിയെ നോക്കി കഴിഞ്ഞാൽ തൻവി അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരെ പോയി പേഴ്സണൽ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവരെ വീട്ടിൽ നടക്കുന്ന മൊത്തം കാര്യങ്ങളും എടുത്തിട്ട് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് നീതി കാരണം അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൻവിയുടെ വായിൽ നിന്ന് വന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് അത് അകാനയുടെ വായിൽ നിന്നാണ്.
ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വെളിയിൽ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അകാല തന്നെയാണ് പലവട്ടം പറയാറുള്ളത്, ഫാമിലി കാര്യം ഫാമിലി തന്നെ നിൽക്കേണ്ടതെന്നുള്ളൊരു കാര്യം. അത് സത്യമായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏത് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ഇതാണ്, ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നാലും ശരി, എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് ഒരു സീക്രട്ട് ഉണ്ടായിരിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നടന്നത്, അങ്ങനെ ഇങ്ങനെ ഫാമിലി നടക്കുന്നത്, ഇത് ചെയ്ത് അത് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലേക്ക് വലിച്ചിടും. എന്നിട്ട് അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്നുള്ള രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും.